guys, welcome back to the video Innovative Road. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുറേ പേര് പറയാറുള്ളതാണ്, എടാ എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായടാ, എടാ എനിക്ക് ഗെയിം ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലടാ, എടാ എനിക്ക് ഫോട്ടോസ് ഒന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റില്ലടാ, എടാ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ 300 MB മുകളിൽ പോകുന്നടാ. എൻ്റെ കുറേ പേര് കുറേ പരാതികളൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിനുമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ കാരണമാണ് നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാവുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് എങ്ങനെ ഫുള്ളാവാതെ ഇരിക്കാമെന്ന് നോക്കാനുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഇപ്പോൾ ഒട്ടുമില്ലെങ്കിൽ നമുക്കൊരു 1 GB വരെയെങ്കിലും നമ്മുടെ സ്റ്റോറേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഗൈസ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് വയ്ക്കുക ഗൈസ്. ഇപ്പോഴേ തന്നെ ലൈക്ക് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവസാനമാകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു. എന്തായാലും ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ എന്തായാലും അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ MT ഫയൽ ക്ലീനർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ MT ഫോൾഡർ ക്ലീനർ എന്ന് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതാണ് ഗൈസ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നുണ്ട് ഗൈസ്. ഓപ്പണായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ സ്കാൻ ദി ഹോൾ ഡിവൈസ്, അതുപോലെ തന്നെ സ്കാൻ MT ഫയൽസ്, അങ്ങനെ ഞാൻ ഇവിടെ സ്കാൻ ദി ഹോൾ ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ് ഗൈസ്. ഇങ്ങനത്തെ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, കുറേ ഇവിടെ എഴുതിയിട്ടുണ്ട് 13 MT ഫോൾഡേഴ്സ് ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് MT ഫോൾഡേഴ്സ് ഇൻറ്റേർണൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഡിലീറ്റ് MT ഫോൾഡേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്കാനിങ് നടക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് നമ്മുടെ മെമ്മറി കാർഡാണ് അവിടെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഡിലീറ്റ് MT സ്റ്റോറേജ് ചെയ്യുന്ന മെമ്മറി കാർഡ് ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ SD കാർഡിലെ സ്റ്റോറേജ് നമുക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫീച്ചറാണ് ഗൈസ് ഈ ആപ്പ് കൊണ്ട് കിട്ടുന്നത്. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള കുറേ വേസ്റ്റ് ഫയൽസ് എല്ലാം നിങ്ങൾക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ആപ്പുകളും കാര്യങ്ങളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ ഫോണിൽ എന്തായാലും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. അപ്പം ഗൈസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് പോകുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആപ്പ്. അപ്പോൾ ആപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ആപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ലോഡായിട്ട് വരുന്നതാണ് ഗൈസ്. അപ്പോൾ ആപ്സ് ലോഡായി വരുന്നുണ്ട്. എൻ്റെ ഫോണിൽ ഇപ്പോൾ റണ്ണിങ് ആണ്. ഇപ്പോൾ ആപ്സുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, നെറ്റ് ഓൺ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇതവിടെ ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണ്. അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നമുക്ക് ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. MB എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന്, 673 MB ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഇൻ്റർഫേസ് കാണാം. ചിലരുടെ ഫോണിൽ ക്ലിയർ ഡേറ്റ എന്ന് വല്ലതൊക്കെ ആയിരിക്കും. ഞാൻ അവിടെ സ്റ്റോറേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ഡേറ്റ, ക്ലിയർ ക്യാച്ച് എന്നൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ക്ലിയർ ക്യാച്ച് ചെയ്യുക. ക്ലിയർ ക്യാച്ച് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ക്യാച്ച് ഫയൽ എത്രയാണ് കിടക്കുന്നതെന്ന്. 243 MB ക്യാച്ച് ഫയൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാനത് ചെയ്യുക, ക്ലിയർ ക്യാച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 0 ബൈറ്റ് ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ഫയൽ എല്ലാം പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനിലും നിങ്ങൾ എങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഒരു രീതിയുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ പോയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല ഗൈസ്. അതൊരു വളരെ തെറ്റായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾ ഫോണിൽ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. നിങ്ങളൊന്ന് നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിനു ശേഷം നിങ്ങളൊന്ന് ആപ്സ് എടുക്കുക. ആപ്സ് എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാത്ത വേണ്ടാത്തൊരു ആപ്പ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ആപ്പിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് വരെ. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോറേജിൽ പോവുക. സ്റ്റോറേജിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ഡേറ്റ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിയർ ഡേറ്റ എന്ന് കൊടുക്കുക. ക്ലിയർ ഡേറ്റ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുന്നത് വഴി ഗൈസ് നിങ്ങളുടെ ഫോണിൽ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് മൂന്നാമത്തേതായിട്ട് നമ്മൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഗൈസ്.
ഇത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ ഇപ്പം നിങ്ങൾ എക്സ്റ്റൻഡർ എപ്പോഴും ഉപയോഗിക്കുന്നെങ്കിൽ, ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്റ്റൻഡറിൻ്റെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ പറ്റി. ഇപ്പം നിങ്ങൾ എക്സ്റ്റൻഡർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാളും മികച്ച ആപ്ലിക്കേഷൻ നമ്മുടെ ഗൂഗിളിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ട് ഗൈസ്. ആ ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങളുടെ ഫോൺ ക്ലീൻ ചെയ്യാനും അങ്ങനെ നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് കൂട്ടാനും അങ്ങനെ പല പല ഫീച്ചേഴ്സും ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ഫോട്ടോസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ഷെയർ ഫാസ്റ്റ് അങ്ങനെ ഫയൽ ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ താഴ്ന്ന് ക്ലീൻ എന്ന് ഞാൻ പറയുന്നൊരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഓൾഡ് സ്ക്രീൻഷോട്ടും കാര്യങ്ങളെന്നൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ 17 MB തന്നെ ഓൾഡ് സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കുറേ കിടപ്പുണ്ട്. നമുക്ക് ഫ്രീ അപ്പ് സ്പേസ് ക്ലിക്ക് ചെയ്താൽ അല്ല ലാർജ് ഫയൽസ് അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫയൽസാണ് വേണ്ടാത്തതെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോണിൽ നല്ല സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ലൊരു ആപ്ലിക്കേഷനാണ് ഗൈസ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഫോണിൽ 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു ഫോണാണ്. നിങ്ങൾക്കൊരു 2 GB അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആക്കാനുള്ളതാണ്. അതുകൊണ്ട് ഗൈസ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻസ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന പോലത്തെ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഫോണിൽ മിക്കവർക്കും സ്റ്റോറേജ് ഫുള്ളായെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ട്, എന്തെങ്കിലും വഴിയുണ്ടോ അത് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വഴി. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ടെക്നിക്സ് ഒന്ന് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിലൊരു 1 GB എങ്കിലും നിങ്ങളുടെ ഫോണിൽ ഫ്രീ ആവും. മാക്സിമം 2 GB. എൻ്റെ ഫോണിൽ 2 GB സ്പേസൊക്കെ എനിക്കൊന്നും റിമൂവ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. എന്തായാലും വർക്കിംഗ് ആണ് ഗൈസ്, 100% വർക്കിംഗ് ആണ് ഗൈസ്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വന്നൊന്ന് ഫോളോ ചെയ്യുക. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റഗ്രാമിൽ പോയി നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാമെന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ചോദിക്കാമെന്നുള്ളതാണ്. ഇനിയും നല്ലൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നോവിറ്റി ഡ്യൂഡ് ആൻഡ് ബൈ.